ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഡേ. വെൽക്കം ടു ബെസ്റ്റ് BSc. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേരള PSCയുടെ കമ്പ്യൂട്ടർ സയൻസ് പോർഷൻ എന്നുള്ള 10th പാർട്ടാണ്. 10th പാർട്ടിൽ 4th മോഡ്യൂളായ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ പോർഷനാണ്. അപ്പം ഞാൻ ആ പോർഷൻസിലെ സബ്ജക്റ്റും ആ തിയറിയും അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പക്ഷേ അതിൻ്റെ മുമ്പ് പറയാനുള്ളൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് മൊഡ്യൂൾ നമ്പർ സിസ്റ്റം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരിതാണ്. നമ്പർ സിസ്റ്റം ഇടുമോയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്പർ സിസ്റ്റം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ തന്നെ പ്ലസ് വൺ പേർക്കുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ കൊമേഴ്സുകാർക്കുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അവരുടെ ടെക്സ്റ്റ് ബുക്ക്, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ചാപ്റ്റർ വൈസിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ പ്ലേലിസ്റ്റിൽ. അപ്പോൾ അതിൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ നമ്പർ സിസ്റ്റം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റത്തിൽ നമ്പർ സിസ്റ്റം എന്താണെന്നും ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും പിന്നെ ഈ 4 നമ്പർ സിസ്റ്റത്തിൻ്റെയും കൺവേർഷൻസും ഇനി ഒരു 2-3 ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പം അപ്ലോഡ് ചെയ്ത നമ്പർ സിസ്റ്റത്തിൻ്റെ ലിങ്ക് ഇടാം. അപ്പം നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ, നമ്പർ സിസ്റ്റം കാണാൻ. അപ്പോൾ ഇതിലിപ്പോൾ 3 മൊഡ്യൂൾ ഞാൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പാർട്ട് 1, 2, 3 പറഞ്ഞിട്ട് 10 പാർട്ടിൽ 3 മൊഡ്യൂളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ ഉൾപ്പെടുത്തുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അത് +1 വീഡിയോസ് ചെയ്യുന്ന പ്ലേലിസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ആ പോർഷൻ വിട്ടു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റിൽ ഡൗട്ട്സ് ചോദിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് 4th മൊഡ്യൂൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, എന്താണ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി? പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ യൂസ്ഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അതായത് ഒരു പ്രോബ്ലത്തിന് അതിന് ഒരു സൊല്യൂഷൻ വേണം. അപ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ നടക്കുന്ന ഒരു ആക്ഷന്, ആ ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഏത് ആക്ഷൻ ചെയ്തിട്ട് വേണം ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ന് ആദ്യം എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള, സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത് ഏത് മെത്തേഡിൽ, ഏത് വേയിൽ പോയിട്ട് വേണം ആ പ്രോബ്ലം കണ്ടുപിടിക്കാൻ എന്നതിന്, ഏത് ആക്ഷൻ യൂസ് ചെയ്തിട്ട് വേണം ആ പ്രോബ്ലം കണ്ടുപിടിക്കേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ യൂസ്ഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അപ്പം എന്താണ് സ്ട്രാറ്റജീസ്? ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഹാവ് ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് ദം. അപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കുമ്പോൾ ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് ആയിരിക്കും. ആ ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് ദം, അതായത് ആ ഒരു പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഏത് പ്ലാൻ. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേസമയം തന്നെ ഒരു ലോജിക്കലായിട്ടുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിലാണ്, നമ്മൾ ലോജിക്ക് വൈസിലാണ് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇനി 2 പേര് തമ്മിലുള്ള ഒരു അടി, അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ അത് ആ പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ആക്ഷന് ആ പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ യൂസ്ഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. തിയറിയാണ് ഇത്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിടാം. ഇനി ഡെഫിനിഷൻ, പ്രോബ്ലം ഡെഫിനിഷൻ എന്താണ്? ജനറലായിട്ട് പറയുന്ന ഈ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, പ്രോബ്ലം സോൾവിങ് ഈസ് ദ ആക്ട് ഓഫ് ഡിഫൈനിങ് എ പ്രോബ്ലം. സോ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ ഡിഫൈനിങ് എ പ്രോബ്ലം. ആദ്യം പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ ഡിറ്റർമൈനിങ് ദ കോസ് ഓഫ് ദി പ്രോബ്ലം. അതിനുശേഷം ഈ പ്രോബ്ലം വരാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക, ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം.
പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് ഏത് ലെവലിലാണ് ഈ പ്രോബ്ലം, ഏത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ പ്രിയോറിറ്റൈസിങ്, അതായത് ഒന്നിൽ കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യണം, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഏത് പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രിയോറിറ്റി നോക്കണം. അപ്പോൾ അതിന് പ്രിയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സെലക്ടിങ് ആൾട്ടർനേറ്റീവ്സ് ഫോർ സൊല്യൂഷൻ, അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കണം. അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമല്ല, അതായത് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഒരു ആൾട്ടർനേറ്റീവും കൂടെ കണ്ടുപിടിക്കണം. പ്ലാൻ എ കൂടെ പോവാം, പ്ലാൻ എ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് വേണം, പ്ലാൻ ബി കയ്യിലുണ്ടാവണം. അപ്പോൾ അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ്സ് വേണം സൊല്യൂഷന്. ആൻഡ് ഇംപ്ലിമെൻറ്റിങ് എ സൊല്യൂഷൻ, അങ്ങനെ പ്ലാൻ എ വർക്ക് ആവുകയാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതല്ല പ്ലാൻ എ ഫ്ലോപ്പ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ബി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം ഇതാണ് definition of a problem solving. Problem solving is the act of defining a problem, determining the cause of the problem, identifying, prioritizing and selecting alternatives for a solution and implementing a solution. ഇതാണ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഇനി ബേസിക് സ്റ്റെപ്സ് ഓഫ് ദി പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്. ഇത് ജനറലായിട്ട് ഒരുവിധ എല്ലാ ബുക്കിലും കാണുന്നതാണ്. പല ബുക്സിലും ഈ സ്റ്റെപ്സിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ചിലർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം എന്ന് പറയും ഫസ്റ്റ് സ്റ്റെപ്പ്, ചിലത് ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അത് അത്ര കാര്യമാക്കണ്ട. നമുക്ക് എന്തായാലും 6 സ്റ്റെപ്സാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് എല്ലാ ബുക്കിലും കാണുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ ദ പ്രോബ്ലം, അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഡിറ്റർമൈൻ ദ പ്രോബ്ലം. അപ്പോൾ ആദ്യം പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ ദ പ്രോബ്ലം, പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് ഡിറ്റർമൈൻ ദ പ്രോബ്ലം ഓർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. രണ്ടും പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിലാണ്. ആ പ്രോബ്ലം എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് ഏത് ബേസിലുള്ള പ്രോബ്ലമാണ്, ഇതിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണോ, ഏത് ലെവലിലാണ് ആ പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ജനറേറ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താണ്, ഫൈൻഡ് ചെയ്ത ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം സെലക്ട് ആൻഡ് ആൾട്ടർനേറ്റീവ് ആൻഡ് ഇവാലുവേറ്റ്, അതായത് ആൾട്ടർനേറ്റീവ് സൊല്യൂഷന് ഫൈൻഡ് ചെയ്യുക. ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക. ആദ്യം ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വെക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഏതാണ് പ്രോപ്പർ, പ്ലാൻ എ ആണോ പ്ലാൻ ബി ആണോ, എന്നിട്ട് ആ ആൾട്ടർനേറ്റീവ്സിനെ അതിൽ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഫൈനൽ സൊല്യൂഷനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആൾട്ടർനേറ്റീവ് സൊല്യൂഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ആൻഡ് ഫോളോ അപ്പ് ഓൺ ദ സൊല്യൂഷൻ, ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത സൊല്യൂഷനാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ ദ പ്രോസസ്, സെക്കൻഡ് ഡിറ്റർമൈൻ ദ പ്രോബ്ലം ഓർ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, തേർഡ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ഫോർത്ത് സ്റ്റെപ്പ് ജനറേറ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് സിക്സ്ത് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഫൈനലായിട്ട് ഇവാലുവേഷൻ നടത്തിയിട്ടാണ് ഇംപ്ലിമെൻറ്റേഷന് പോകുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവിങ് ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സാണ് പറഞ്ഞത്. നമ്മൾ നോക്കാം ബേസിക് സ്റ്റെപ്സ് ഓഫ് ദി പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്, അതായത് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഇനി നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിനെ ബേസ് എടുത്തിട്ട്, കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റേജസ് വൈൽ സോൾവിങ് എ പ്രോബ്ലം യൂസിങ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, പ്രോബ്ലത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ആ അണ്ടർസ്റ്റാൻഡ് ചെയ്ത പ്രോബ്ലത്തിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. പ്രോബ്ലം ഏതാണ്, അതിൻ്റെ കോഴ്സ് എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, ഏതാ വേലുള്ളതാണ്, ഏത് മോഡലാണ്, ഏത് സബ്ജക്റ്റ് ബേസ് ആണ്, ഇതെല്ലാം അനലൈസ് ചെയ്യണം. അനാലിസിസ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ, അതിനെ അൽഗോരിതം ഡെവലപ്മെൻറ്റ് പറയും. അൽഗോരിതത്തിൽ എന്താ ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൈറ്റിങ്സ് ആണ്. അപ്പോൾ അത് തേർഡ് സ്റ്റെപ്പ് അൽഗോരിതം ഡെവലപ്പ് ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പ് ഫ്ലോ ചാർട്ടിങ്, അതായത് ഡെവലപ്പ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിട്ടേൺ ചെയ്ത അൽഗോരിതം ഫ്ലോ ചാർട്ടിങ്. ആ അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതിയതിനാൽ ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, പിക്ചോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് പറയുന്ന പേരാണ് ഫ്ലോ ചാർട്ടിങ്. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, പ്രോഗ്രാം കോഡിങ്, നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സ് കോഡ് എഴുതണം, പ്രോഗ്രാം എഴുതണം. അതിനുശേഷം പ്രോഗ്രാംസിന് എന്ത് ചെയ്യണം, കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ, പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യണം, എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത്
കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. ഇനി കമ്പൈൽ ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡീബഗിങ് ചെയ്യണം. ഡീബഗിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എററിനെ റിക്കവർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ചെയ്യണം. ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇതാണ് പ്രോബ്ലം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പം 2 + 3 5, 5 + 5 10, ഇതാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 5 ആൻസർ കിട്ടുന്നുണ്ടോ, 5 + 5 ആഡ് ചെയ്യുമ്പോൾ 10 ആൻസർ കിട്ടുന്നുണ്ടോ. നമ്മൾ ഫൈൻഡ് ചെയ്ത പ്രോബ്ലം വർക്ക് റൺ ചെയ്യിച്ച് നോക്കണം. അതിന് എന്താ പറയുന്നത്? ടെസ്റ്റിംഗ് പറയണം. അതിന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. അതായത് ഈ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം എഴുതുക, പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അൽഗോരിതം, ഫ്ലോ ചാർട്ടിങ്, പിന്നെ അതിൻ്റെ സോഴ്സ് കോഡ് എഴുതുക. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പം അതിൻ്റെ എക്സിക്യൂഷൻ ഒരു 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആ എക്സിക്യൂഷൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതുകളെല്ലാം എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റേഷനിൽ കാണിക്കണം. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് പ്രോബ്ലം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സൊല്യൂഷനിലേക്ക് എത്താൻ നമ്മൾ ഏതെല്ലാം സ്റ്റെപ്പിലൂടെ വന്നു എന്നുള്ളത് മൊത്തം ഒരു ഡോക്യുമെൻറ്റേഷനാക്കി വെക്കുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇനി ഇതിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. അൽഗോരിതം ഡെവലപ്മെൻറ്റ് എന്താണെന്നും കൂടെ ഡീപ്പായിട്ട് പറയാം. അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മെത്തേഡ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷനാണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 പറഞ്ഞിട്ട് എഴുതുന്നത്. എഫക്റ്റീവ് പ്രൊസീജിയർ ഫോർ സോൾവിങ് പ്രോബ്ലം ഇൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അതായത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ ഉള്ളിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 സ്റ്റെപ്പോ 1000 സ്റ്റെപ്പോ വെച്ച് ചെയ്യുക അല്ലാതെ മിനിമം ഒരു 5 സ്റ്റെപ്സിൽ അല്ലെങ്കിൽ ഒരു 10 സ്റ്റെപ്സിൽ എത്ര വലിയ സ്റ്റെപ്പായാലും അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കണം. അതായത് എന്തായിരിക്കണം? ഫൈനൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടബിൾ ആയിരിക്കണം. അതായത് 10 സ്റ്റെപ്പിൽ ആ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 25 സ്റ്റെപ്സിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എങ്കിലും 25 എന്നൊരു കൗണ്ട് ഉണ്ടായിരിക്കണം ആ സ്റ്റെപ്പിന്. അപ്പോൾ അതാണ് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റെപ്പിൽ അത് സോൾവ് ചെയ്യും എന്നുള്ള ഒരു കൗണ്ടബിൾ നമ്പർ ആയിരിക്കണം, ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കണം എന്നർത്ഥം. ഇനി ഡെവലപ്പിംഗ് ആൻ അൽഗോരിതം എന്ന് പറയുന്നത് ഈസ് എ സ്റ്റെപ്പ് ഓഫ് പ്രോഗ്രാം ഡിസൈൻ. പ്രോഗ്രാം ഡിസൈനിൽ വരുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ അൽഗോരിതം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അൽഗോരിതം 2 നമ്പേഴ്സിൻ്റെ സമ്മ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു അൽഗോരിതമാണ്. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യുന്നു? 2 നമ്പേഴ്സിനെ അസ്യൂം ചെയ്യുന്നു, എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ 2 വേരിയബിൾ ആക്കിയിട്ട്. എന്നിട്ട് എക്സും വൈയും സം എന്ത് ചെയ്യണം? സം എന്ന് പറഞ്ഞ വേരിയബിൾക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേരിയബിൾ സം = 0 എന്നും പറഞ്ഞിട്ട് അസ്യൂം ചെയ്തു. ഇത്രയും കാര്യം അസ്യൂം ചെയ്ത് വെച്ചു. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ആഡ് 2 നമ്പേഴ്സ്, എക്സ് ആൻഡ് വൈനെ ആഡ് ചെയ്യുന്നു, എക്സ് + വൈ. അപ്പോൾ കിട്ടുന്ന വാല്യൂ എക്സ് + വൈ = z എന്ന് കിട്ടി. ആ z എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ദ വേരിയബിൾ സം വാല്യൂ ഇൻ വേരിയബിൾ സം എന്ന് പറഞ്ഞ വേരിയബിൾക്ക് ആ z എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ ഇഫ് യു വാണ്ട് ടു ട്രൈ അഗെയിൻ വിത്ത് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ദെൻ ഗോ ടു സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എക്സ് ആൻഡ് വൈ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു, 2ഉം 3ഉം കൊടുത്തു. അപ്പോൾ 2 + 3 ആഡ് ചെയ്തു, ആൻസർ സമ്മക്ക് കൊടുത്തു. ഇനി നമ്മൾ അടുത്തതായിട്ടൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റെപ്പ് 2ൽ പോകണം, എക്സും വൈക്കും വാല്യൂസ് കൊടുക്കണം. എന്നിട്ട് സ്റ്റെപ്പ് 2ക്ക് പോകണം, എക്സും വൈയും ആഡ് ചെയ്തിട്ട് വേരിയബിൾ സമ്മക്ക് അത് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഫോർത്ത് സ്റ്റെപ്പിക്ക് വരും. അല്ല നമ്മൾ അതോട് നിർത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എൽസ് ഗോ ടു സ്റ്റെപ്പ് 5. അതായത് ഇനി നമ്മൾക്ക് കൗണ്ട് ചെയ്യാനൊന്നുമില്ല, എക്സ് വൈക്ക് ഒരൊറ്റ വാല്യൂസ് കൊടുത്തു, കൗണ്ട് ചെയ്തു, 2 + 3 കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആൻസർ 5 എന്നുള്ളത് കിട്ടിയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് നമ്പേഴ്സ് കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എൽസ് ഗോ ടു സ്റ്റെപ്പ് 5. അങ്ങനെയാണെങ്കിൽ ഇഫ് എൽസ് അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇഫ് യു വാണ്ട് ടു ട്രൈ അഗെയിൻ വിത്ത് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ദെൻ ഗോ ടു സ്റ്റെപ്പ് 2. അല്ല പോകണ്ട എന്നുണ്ടെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 5. 5 സ്റ്റെപ്പിൽ എന്താണ്? 5th സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? എൻഡ്. അപ്പോൾ ഇതെന്താണ്? അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റൈറ്റിങ്സ് ആണ്. ഈ പ്രൊസീജിയർ 5 സ്റ്റെപ്സിൻ്റെ അകത്ത് അവർ എഴുതി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൗണ്ടബിൾ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റൈറ്റിങ്സിനെയാണ് എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ചാർട്ടിങ്.
Flowcharting എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയ അൽഗോരിതം തന്നെ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് ഗ്രാഫിക്കലായിട്ട് പിക്ചോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് വേരിയസ് സ്റ്റാൻഡേർഡ് ഷേപ്ഡ് ബോക്സസ് ദാറ്റ് ആർ ഇൻ്റർ കണക്റ്റഡ് ബൈ ഫ്ലോ ലൈൻസ്. ഇതിലെ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഷേപ്ഡ് ബോക്സസ് ആണ്. ഓവൽ ഷേപ്പ്, സ്ക്വയർ, റെക്റ്റാങ്കിള്, പാരലോഗ്രാം, പിന്നെ അവയെല്ലാം കണക്ട് ചെയ്യാൻ ആരോ ലൈൻസ്. ഈ ആരോനെയാണ് ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത്. ഫ്ലോ ലൈൻസ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയാണ് കാണിക്കുന്നത്. ഞാൻ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പിന്നെ ആക്ടിവിറ്റീസ് ആർ റിട്ടൺ വിത്തിൻ ബോക്സസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഓരോ ബോക്സ് ഓവൽ ഷേപ്പ് ഉണ്ട്, പാരലോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ ഓരോ ബോക്സിലും എന്ത് ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ റിട്ടൺ ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ പ്രോഗ്രാമേഴ്സ് ആൻഡ് ബിസിനസ് പേഴ്സൺസ്. അതായത് നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എങ്ങനെ വേണം എന്നുള്ളത് അതിൻ്റെ ഡ്രോയിങ് ചെയ്യുന്ന ആളോട് അതല്ലെങ്കിൽ എഞ്ചിനീയർ ഡിസ്കസ് ചെയ്യുന്ന പോലെ പ്രോഗ്രാമേഴ്സുമായിട്ട് നമ്മുടെ ബിസിനസ് പേഴ്സൺ അവർ അല്ലെങ്കിൽ ക്ലയൻസ് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായാൽ മാത്രമേ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറും ഫ്ലോ ചാർട്ടിങ്ങും എല്ലാം പ്രോപ്പർ ആവുള്ളൂ. ഇനി നെക്സ്റ്റ് ഇതാണ് സ്റ്റാൻഡേർഡ് സിമ്പിൾസ്. ഓവൽ ഷേപ്പ്. ഈ ഓവൽ ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ആൻഡ് എൻഡ്, സ്റ്റാർട്ടിനെയും എൻഡിനെയും കാണിക്കുകയാണ്. ആരോ ആണ് കണക്റ്റേഴ്സ്, ഒന്നിലോട്ടുള്ള ഡയറക്ഷൻ. ഫ്ലോ ലൈൻസ് ആണ് ആരോ. പാരലോഗ്രാമാണ് ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ പാരലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. റെക്റ്റാങ്കിളിൽ നടക്കുന്നത് എന്താ വെച്ചാൽ പ്രോസസ്സിംഗ് ആണ്. പിന്നെ ഡയമണ്ട് ഷേപ്പിലുള്ളത് ഡിസിഷൻ, ഒരു എസ് ഓർ നോ കണ്ടീഷൻ ആയിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇഫ് ആണെങ്കിൽ ഇങ്ങോട്ട്, എൽസ് ആണെങ്കിൽ അങ്ങോട്ട് എന്നുള്ള ആ ഒരു കണ്ടീഷൻ, ഇഫ് എൽസ് പോലെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനാണ് ഈ ഡയമണ്ട് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോ ചാർട്ട് നോക്കും. സ്റ്റാർട്ടും എൻഡും ഓവൽ ഷേപ്പിൽ. പിന്നെ റീഡ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി. അതെന്താണ്, ഇൻപുട്ട് ചെയ്യാണ് 2 നമ്പേഴ്സിന്. അപ്പോൾ അതെന്തോ ചെയ്തു, പാരലോഗ്രാമിൽ കൊടുത്തു. ഇനി സി ഈക്വൽ ടു എ പ്ലസ് ബി, അതെന്താണ്, പ്രോസസ്സാണ്, കാൽക്കുലേഷനാണ്. പ്രോസസ്സിങ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നു. വീണ്ടും ഡിസ്പ്ലേ സി ആസ് സം ഓഫ് എ ആൻഡ് ബി, പാരലോഗ്രാമിലാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്, ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ടും ഇൻപുട്ടും പാരലോഗ്രാമിൽ, പ്രോസസ്സിങ് റെക്റ്റാങ്കിളിൽ, സ്റ്റാർട്ടും എൻഡും ഓവൽ ഷേപ്പിൽ. ഇതാണ് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ സ്റ്റാൻഡേർഡ് സിമ്പിൾ. ഇനി ബ്രേക്ക് എ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്. പ്രോബ്ലംസിന് സബ് പ്രോബ്ലംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്നത്, അതായത് ഒരു ബിഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഒരൊറ്റ ആൾക്ക് അത് ചെയ്ത് തീർക്കാൻ കഴിയില്ല. ഒരു ബിഗ് പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് 5 പേരോ 9 പേരോ 10 പേരോ 15 പേരോ ഒക്കെ കൂടിയിട്ട് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രൊജക്ട്സ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ മോഡ്യൂൾസായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കുറേശ്ശെ കൊടുക്കും. അവരവരുടെ മൊഡ്യൂളിൽ ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തിട്ട് എല്ലാവരുടെ മൊഡ്യൂളും ക്ലബ് ചെയ്തിട്ട് അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കുന്നത്. അപ്പോൾ അതന്നെയാണ് പറയുന്നത്, ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് ദാറ്റ് ആർ സ്മാളർ ഇൻസ്റ്റൻസ് ഓഫ് ദി സെയിം പ്രോബ്ലം. അതായത് ഒരു സെയിം പ്രോബ്ലത്തിൻ്റെ സ്മാളർ ഇൻസ്റ്റൻസ് ആയിരിക്കും സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിന് പിന്നെ എന്ത് ചെയ്യും, സബ് പ്രോബ്ലംസിന് സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കോങ്കർ ചെയ്യും. ഡിവൈഡ് ആൻഡ് കോങ്കർ എന്നാണ് പറയുക. ഡിവൈഡ് ചെയ്യുക പിന്നെ കോങ്കർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ക്ലബ് ചെയ്യുക. സബ് പ്രോബ്ലംസിന് സോൾവിങ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ക്ലബ് ചെയ്തിട്ട് കമ്പൈൻ ദ സൊല്യൂഷൻ ടു ദി സബ് പ്രോബ്ലംസ് ഇൻ ടു ദി സൊല്യൂഷൻ ഓഫ് ദി ഒറിജിനൽ പ്രോബ്ലം. അങ്ങനെ എല്ലാ സബ് പ്രോബ്ലംസിലും സൊല്യൂഷൻസ് കമ്പൈൻ ചെയ്തിട്ട് ആ സൊല്യൂഷനാണ് ഫൈനലായിട്ട് ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് ഔട്ട്പുട്ടായിട്ട് നമ്മൾ കാണിക്കുന്നു. ഇതിനെയാണ് ബ്രേക്ക് എ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് കോൺകർ ചെയ്യുക, എന്നിട്ട് സബ് പ്രോബ്ലംസിൻ്റെ എല്ലാം സൊല്യൂഷൻസ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആക്കുന്നത്. ഇത്രയാണ് തിയറി ആയിട്ട് ഇതിൽ പറയുന്ന ഒരു ബോറിംഗ് പോർഷനാണ് ശരിക്കും ഈ 4th മൊഡ്യൂൾ. എന്തായാലും ആ പോർഷനിലുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം സോൾവിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എ ഡിഫൈൻ ദ പ്രോബ്ലം, ബി ഡിറ്റർമൈൻ ദ പ്രോബ്ലം, സി ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ, ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡിഫൈൻ ദ പ്രോബ്ലം, അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോളോവിങ് ഈസ് ട്രൂ ഫോർ അണ്ടർസ്റ്റാൻഡിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ എന്തെല്ലാം വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിന് താഴെ തന്നിരിക്കുന്നതിൽ
ഏതെല്ലാണ് ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മെത്തേഡിൽ ട്രൂ ആയിട്ടുള്ളത്? ഫസ്റ്റ്, നോവിങ് ദ നോളജ് ബേസ്, അതായത് ആ പ്രോബ്ലത്തിൻ്റെ അറിയുക. ആ പ്രോബ്ലം ഏത് സബ്ജക്റ്റിലാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. നോവിങ് ദ നോളജ് ബേസ്, ആ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആ പ്രോബ്ലത്തെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ അറിവ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോവിങ് ദ നോളജ് ബേസ്. സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്റ്റ് ഓൺ വിച്ച് പ്രോബ്ലം ഈസ് ബേസ്ഡ്, അത് ഏത് സബ്ജക്റ്റ് ബേസിലാണ് ആ പ്രോബ്ലം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ആ നോളജും നമുക്ക് ഉണ്ടായിരിക്കണം. തേർഡ് സ്റ്റെപ്പ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി ക്ലയൻറ്റുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. എന്നാൽ മാത്രമേ ക്ലയൻറ്റ് തരുന്ന പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ട്രൂ എന്ന് പറയുന്നത് 3 ഓപ്ഷനും ട്രൂ ആണ്. ഈ 3 ഓപ്ഷനും എന്താണ്, ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ആവാനുള്ള വേസ് ആണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ഡാഷ് കംസ് ഫ്രം ദി നെയിം ഓഫ് എ പേർഷ്യൻ മാത്തമാറ്റീഷ്യൻ അബു ജാഫർ മുഹമ്മദ് ഇബിൻ മൂസ അൽ ഖവാരിസ്മി. ഒരു വലിയ പേരാണ്. അബു ജാഫർ മുഹമ്മദ് ഇബിൻ മൂസ അൽ ഖവാരിസ്മി എന്ന ആളുടെ പേര്, ഒരു പേർഷ്യൻ മാത്തമാറ്റീഷ്യനാണ്. അയാളുടെ പേരിൽ ആണ് ഈ വേർഡ് വന്നിരിക്കുന്നത്. ഏത് വേർഡ്? ഓപ്ഷൻ എ ഫ്ലോ ചാർട്ട്, ഓപ്ഷൻ ബി ഫ്ലോ, ഓപ്ഷൻ സി അൽഗോരിതം, ഓപ്ഷൻ ഡി സിൻടാക്സ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, അൽഗോരിതം വന്നിരിക്കുന്നത് അബു ജാഫർ മുഹമ്മദ് ഇബിൻ മൂസ അൽ ഖവാരിസ്മി എന്ന് പറഞ്ഞ ആളുടെ പേരിന്നാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വെൻ ആൻ അൽഗോരിതം ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇറ്റ് ബിക്കംസ് എ. ഒരു അൽഗോരിതം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൺവേർട്ട് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയുക? ഫ്ലോ ചാർട്ട് എന്നാണോ, പ്രോഗ്രാം എന്നാണോ, സ്യൂഡോ കോഡ് എന്നാണോ, സിൻടാക്സ് എന്നാണോ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രോഗ്രാം. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയ അൽഗോരിതത്തിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയാം പ്രോഗ്രാം എന്നാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് എ ഫ്ലോ ചാർട്ട് ഫോർ ആൻ അൽഗോരിതം ഈസ് കോൾഡ്. അതായത് ഫ്ലോ ചാർട്ടിന് ഡ്രോ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ പെർഫോമൻസ്, ഓപ്ഷൻ ബി ഇവാലുവേഷൻ, ഓപ്ഷൻ സി അൽഗോരിതമിക് റെപ്രസെൻറ്റേഷൻ, ഓപ്ഷൻ ഡി ഫ്ലോ ചാർട്ടിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫ്ലോ ചാർട്ടിംഗ്. അൽഗോരിതമായിട്ട് എഴുതിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെ പിന്നീട് ഫ്ലോ ചാർട്ടായിട്ട് ഡ്രോ ചെയ്യുന്നതിന് ഫ്ലോ ചാർട്ടിംഗ് എന്നാണ് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ആക്ച്വൽ ഇൻസ്ട്രക്ഷൻസ് ഇൻ ഫ്ലോ ചാർട്ടിംഗ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ഡാഷ്. ഫ്ലോ ചാർട്ടിങ്ങിലെ ആക്ച്വൽ ഇൻസ്ട്രക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിലാണ്? സർക്കിൾസിലാണ് ഓപ്ഷൻ എ പറയുന്നത്, ബി ബോക്സസിലാണ്, ഓപ്ഷൻ സി ആരോസ്, ഓപ്ഷൻ ഡി ലൈൻസ്. ആരോസ് എന്നൊക്കെ പറഞ്ഞാൽ കണക്റ്റേഴ്സ് ആണ്. സർക്കിൾസും കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബോക്സസ് ആണ് പ്രോസസ്സിങ് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യുന്നത് നമ്മളെന്തിലാണ്? ബോക്സസിലാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, എ ബോക്സ് ദാറ്റ് ക്യാൻ റെപ്രസെൻറ്റ് 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ, ഓപ്ഷൻ ബി ഡയമണ്ട്, ഓപ്ഷൻ സി സർക്കിൾ, ഓപ്ഷൻ ഡി പാരലലോഗ്രാം. ഇതിലേതാണ്? പാരലലോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ടിനാണ്. ഡയമണ്ട് ആണ് ഏതിന് യൂസ് ചെയ്യുന്നത്? ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിങ്ങിന്, അതായത് ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ആണ്. റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നത് പ്രോസസ്സിങ്ങിനാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഡയമണ്ട് ആണ്. ഡിഫറെൻറ്റ് കണ്ടീഷൻസിന്, 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസിന് യെസ് ഓർ നോ എന്നൊരു ക്വസ്റ്റ്യന് ചോദിക്കാൻ യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ഷേപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഈ പോർഷനിൽ പറയുന്നത്. ഇനി ഞാൻ സെക്കൻഡ് മൊഡ്യൂളും കൂടെ കഴിഞ്ഞ ശേഷം മാക്സിമം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ഇടാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറഞ്ഞ കാര്യം മറക്കല്ലേ, നമ്പർ സിസ്റ്റം വിട്ടു പോവല്ലേ. ഞാനിതാ ഈ ക്ലാസ്സിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും നമ്പർ സിസ്റ്റത്തിൻ്റെ ആ ക്ലാസ് കാണുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.